ബിഗ് ബോസ് ഹൗസിൽ നിന്ന് രേണു സുധിക്ക് ആകെ ലഭിച്ച ശമ്പളം എത്രയാണ് എന്നാണ് നമ്മൾ എന്തായാലും ഇപ്പൊ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യമേ ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ ഡാറ്റ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ദിവസം തന്നെ അവിടെയുള്ള പല ആൾക്കാർക്കും 1 മുതൽ 2 ലക്ഷം രൂപ വരെയൊക്കെ ശമ്പളം ലഭിക്കുന്നുണ്ട്. കാര്യം അവരൊക്കെ സെലിബ്രിറ്റീസ് ആണ് എന്നുള്ളതുകൊണ്ട്. പക്ഷെ അതൊക്കെ വൻ ഫേക്ക് ആയിട്ടുള്ള ഒരു ന്യൂസ് ആണെന്ന് ഞാൻ ആദ്യം പറയുകയാണ്. കാര്യം 1-2 ലക്ഷം അവിടെയുള്ള ഒരു മത്സരാർത്ഥിക്കും നിലവിൽ ഈ സീസണിലുള്ള ഒരു മത്സരാർത്ഥിക്കും എന്നാൽ ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു ശമ്പളം മോഹിച്ച് മാത്രമാണ് എന്നും ആരും വിചാരിക്കാതിരിക്കുക. നമ്മുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരാണ്. എക്സാമ്പിൾ പറയുമ്പോൾ ഷാനവാസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അപ്പാനിച്ചേർത്ത് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അനുമോൾ ആയിക്കോട്ടെ, ഇവരൊന്നും ഈ പറയുന്ന ഇവിടുന്ന് ലഭിക്കുന്ന ശമ്പളം കൊണ്ട് വലിയ രീതിയിൽ കാര്യങ്ങൾ പടുത്തുയർത്തണം എന്നുള്ള ആഗ്രഹമായിട്ട് വരുന്നവരൊന്നുമല്ല. കാര്യം ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആൾക്കാർ മുമ്പിലേക്ക് എത്തുക, കൂടുതൽ ജനപ്രീതി പിടിച്ചു പറ്റുക, അതിലൂടെ വലിയ അവസരങ്ങൾ കൂടുതൽ തങ്ങളിലേക്ക് എത്തിപ്പെടുക. ആ ഒരു ലക്ഷ്യം വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നവരാണ് കൂടുതലും സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ. അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഡോക്ടർ റോബിൻ, അദ്ദേഹം ഒരു സെലിബ്രിറ്റി ഹൗസിന് വന്നോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തൊരു പേര് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് പുറത്തിറങ്ങിയ സമയം ഒരു സിനിമ വരെ അദ്ദേഹം നായകനായിട്ട് എന്തായാലും അനൗൺസ് ചെയ്തതാണ്. എന്നാലും നടന്നില്ല, പല കാര്യങ്ങളും ഉണ്ടെന്നാലും ഫെയിലിയർ ആയിപ്പോ അല്ലെങ്കിൽ അത് ഡ്രോപ്പ് ചെയ്ത് പോയൊരു കാര്യമാണ്. പക്ഷെ എങ്കിൽ പോലും അത്രയധികം ഒരു സപ്പോർട്ട് അദ്ദേഹത്തിന് എന്നാലും നേടിയെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ഇവിടെ മത്സരിച്ച ജുനൈസ്, സാഗർ എന്നിവരൊക്കെ ഈ ബിഗ് ബോസ് ഹൗസിന്റെ പെർഫോമൻസ് കണ്ടിട്ടാണ് ജോർജ് ജോർജ് പോലും പണി എന്ന് പറയുന്ന സിനിമയിൽ ഇവന്മാരെ വില്ലന്മാരായിട്ട് കാസ്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഓൾറെഡി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഈ ഷോ കാണുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നോർമൽ ഈ പറയുന്ന സാധാരണക്കാരായ ഓഡിയൻസ് മാത്രമല്ല, ഇത്തരത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാരെ കാണുന്ന ഒരു ഷോ കൂടിയാണ്. സോ അപ്പൊ അവരുടെ മുമ്പിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു ഷോയിലൂടെ എന്നാലും തുറന്നു കിട്ടുന്നത്. ഷാനവാസ് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അദ്ദേഹത്തിന് സീരിയൽ മാത്രമല്ല സിനിമയിലേക്ക് അഭിനയിക്കണം എന്നുള്ളതും ഭയങ്കര ഒരു ആഗ്രഹം ആണെന്ന് ഓൾറെഡി ഷാനവാസ് ഈ സീസണിൽ എന്തായാലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അദ്ദേഹം ടാർഗറ്റ് ചെയ്യുന്നത് ഈ ഒരു വാതിലൂടെ സിനിമാ രംഗത്തേക്ക് കടന്നു കയറുക എന്നുള്ള ഒരു കാര്യം തന്നെ ആയിരിക്കാം എന്നാണ് ഞാൻ അതിലും വിശ്വസിക്കുന്നത്. രേണുസുദിനെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും സാമ്പത്തികമായിട്ടൊരു സപ്പോർട്ട് രേണുസുദിക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ വളരെയധികം ഒരു ഹെയ്റ്റ് ഈ രേണുസുദിക്കെതിരെ എന്തായാലും ഉണ്ടായിരുന്നു. അതായത് ബിഗ് ബോസ് ഹൗസിൽ വരുന്നതിന് മുന്നേ വളരെയധികം ഒരു ഹെയ്റ്റ് ഈ പറയുന്ന രേണുസുദി ഇത്തരത്തിലുള്ള ഒരാളാണ്, അല്ലെങ്കിൽ രേണുസുദി ഭയങ്കര ഒരു ജാടക്കാരിയാണ്, ഭയങ്കര അഹങ്കാരിയാണ് എന്നുള്ള ഇതിലൊക്കെ ഒരുപാട് രീതിയിൽ വലിയൊരു കൂട്ടം ഒരു ഹെയ്റ്റ് രേണുസുദിക്കെതിരെ എന്തായാലും ഉണ്ടത്. പക്ഷെ ഈ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഏകദേശം ഒരു മാസം കഴിഞ്ഞ സമയത്താണ് രേണുസുദി എന്നാലും പുറത്തേക്ക് ഇറങ്ങുന്നത്. സോ അപ്പൊ ആ രീതിയിൽ ഒരുപാട് നല്ല രീതിയിൽ ഒരു ഫാൻ ബേസ് ഈ പറയുന്ന രേണുസുദിക്ക് എന്നാലും പുറത്ത് ഉണ്ടായി എന്ന് പറയുന്ന ഒരു സത്യം തന്നെയാണ്. അതിനുശേഷം ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം ഒരുപാട് ഇനോഗ്രേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഇന്ത്യക്ക് പുറത്ത് വരെ എന്നാലും രേണുസുദിക്ക് ഒരുപാട് സാധ്യതകൾ എന്നാലും ഓപ്പൺ ആയി കിട്ടുന്നുണ്ട്. അതൊക്കെ ഉറപ്പായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ രേണുസുദി എങ്ങനെ നിന്നു, അല്ലെങ്കിൽ രേണുസുദി ആരാണ് എന്നൊക്കെ രേണുസുദിക്ക് ഒരു സമയത്തിനുള്ളിൽ നല്ല രീതിയിൽ തന്നെ ഈ പറയുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാൻ രേണുസുദിക്ക് സാധിച്ചു എന്നുള്ളൊരു കാര്യം കൊണ്ട് തന്നെയാണ് എന്തായാലും ആ ഒരു രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് രേണുസുദിക്ക് തന്നെ സംഭവിച്ചത്. അതേസമയം നെഗറ്റീവായിട്ടും ആൾക്കാർക്ക് സംഭവിക്കാറുണ്ട്. അതായത് എല്ലാവരും പോസിറ്റീവായിട്ട് ഒരു ഇംപ്രഷൻ കൊടുക്കാൻ വേണ്ടിയാണ് നോക്കുന്നതെങ്കിലും പക്ഷെ കുറെ ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് ഒരു ഇംപ്രഷൻ പുറത്തേക്ക് പോവുകയും ഉണ്ടാകുന്ന ഒരു ഫാൻ ബേസും കൂടി പോവുകയും വളരെയധികം ഹേറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ സീസണിലും കാണാറുള്ളതാണ്. പക്ഷെ എന്തായാലും രേണുസുദി ഒരു കാര്യം നോക്കുകയാണെങ്കിൽ അത് വളരെയധികം പോസിറ്റീവായിട്ട് മാറുകയും നല്ല രീതിയിൽ സപ്പോർട്ട് എന്തായാലും ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ രേണുസുദിക്ക് ബിഗ് ബോസ് ഹൗസിൽ ലഭിച്ചിരുന്ന ഒരു ശമ്പളം എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ 50,000 രൂപ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ഇതിനു മുന്നേ നമ്മളെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, ഓരോ മത്സരാർത്ഥിയും എവിക്റ്റ് ആവുന്നതിനനുസരിച്ച് അപ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികൾ എത്രയധികം മികച്ച രീതിയിൽ കളിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ പറയുന്ന എവിക്റ്റ് ആവുന്ന ആൾക്കാരുടെ സാലറി സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ മികച്ച രീതിയിൽ കളിക്കുന്ന മറ്റ് മത്സരാർത്ഥികളുടെ സാലറിയിലേക്ക് ഒരു എക്സ്ട്രാസ് എന്നുള്ള രീതിയിൽ ആഡ് ആകും എന്നുള്ള രീതിയിലുള്ള ഒരു ഡാറ്റയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്തായാലും ഇതിനു മുന്നുള്ള സാലറി ഡാറ്റാസും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തിരുന്നത്. ഇതെല്ലാം അൺഒഫീഷ്യൽ ഡാറ്റാസും കൂടെയാണ്. ഒരിക്കലും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഏഷ്യാന്റെ സൈഡിൽ നിന്ന് ജിയോ ഹോട്ട്സ്റ്റാറിന്റെ സൈഡിൽ നിന്നൊന്നും ഇത്തരത്തിൽ ഇവരുടെ സാലറീസ് ഇത്രയാണ് എന്നൊന്നും അവരെന്തായാലും പുറത്ത് വിട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരുപാട് ഡാറ്റാസ് എന്തായാലും കിടന്ന് കളിക്കുന്നുണ്ട്. അത് ഒരു പരിധി ശരിയാണെന്ന് എനിക്ക് കൺവിൻസിങ് ആ ഡാറ്റാസിന്റെ ബേസിൽ മാത്രമാണ് ഞാനെന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ തന്നെ തയ്യാറാക്കുന്നത്. അപ്പൊ ഈ രേണുസുദിയുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ രേണുസുദിയുടെ ഒരു ബേസ് സാലറി എന്ന് പറയുന്നത് 50,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്നാലും രേണുസുദിക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. കാര്യം രേണുസുദി ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്നുള്ള ഒരാൾ തന്നെയാണ്. അതായത് ആർക്കും അറിയാത്തൊരു മുഖമോ അല്ലെങ്കിൽ അങ്ങനെ ഈ പറയുന്ന രേണുസുദിയെ കണ്ടാൽ ആരും മൈൻഡ് ചെയ്യാതിരിക്കുക അങ്ങനെയൊന്നുമല്ല. രേണുസുദിനെ കണ്ടാൽ ആൾക്കാർ പോയി സെൽഫി എടുക്കുകയും ഈ പറയുന്ന നാലാൾക്കാർക്ക് അറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നു രേണുസുദി ഈ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ മത്സരിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ. അതുകൊണ്ട് തന്നെ അവരെ മോണ്ടി പറയുന്ന ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഉള്ള ഒരു ആൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് രേണുസുദിനെ എന്തായാലും ആ ബിഗ് ബോസ് ഹൗസും പരിഗണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ രേണുസുദിക്ക് ഒരു 50,000 രൂപ ഒരാഴ്ചയിൽ എന്നുള്ള രീതിയിലാണ് എന്തായാലും ശമ്പളം ലഭിച്ചത്. പക്ഷേ പോകെ നമ്മൾ കണ്ടാണ് രേണുസുദി വളരെയധികം സൈലന്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ മാറി നിന്ന് അങ്ങനെ അധികം സംസാരങ്ങളോ അധികം പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വളരെയധികം സൈലന്റ് ആയിട്ട് പോയിരുന്ന ഒരാൾ തന്നെയാണ്. അതായത് ഇങ്ങോട്ട് വന്നാൽ തിരിച്ചു പറയുന്നല്ലാതെ അധികം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഓടി നടന്ന് പ്രശ്നം ഉണ്ടാക്കിയോ കണ്ടന്റ് ഉണ്ടാക്കിയോ അങ്ങനത്തെ രീതിയിൽ ഒരുപാട് സ്ക്രീൻ സ്പേസ് പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഒരാളോ കാര്യങ്ങളോ ഒന്നുമല്ല രേണുസുദി. വളരെയധികം സൈലന്റ് ആയിരുന്നു. അതുകൊണ്ട് രേണുസുദി വളരെ മികച്ചൊരു പ്ലെയർ ആണ് ബിഗ് ബോസ് ഹൗസിൽ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം
ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രേണുസുതി ഒരു ബിഗ് ബോസ് മെറ്റീരിയലോ കാര്യങ്ങളൊന്നും അല്ല. അതുകൊണ്ട് തന്നെ രേണുസുതിക്ക് ശമ്പളത്തിൽ വലിയ മാറ്റങ്ങളൊന്നും പിന്നീട് സംഭവിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇതിനു മുന്നിലുള്ള വീഡിയോസിലും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബേസ് സാലറി ആയിട്ടുള്ള ഈ 50,000 രൂപ ഒരാഴ്ചയിൽ എന്ന എമൗണ്ട് തന്നെയാണ് ഈ 4 ആഴ്ചകളിലും രേണുസുതിക്ക് ഇന്നലെ ലഭിച്ചിട്ടുള്ളത്. ഒരു എക്സ്ട്രാസോ കാര്യങ്ങളൊന്നും രേണുസുതിക്ക് ഇന്നലെ ആഡ് ആയിട്ടില്ല. 2 ലക്ഷം രൂപയാണ് എന്നാലും ബിഗ് ബോസ് ഹൗസിൽ മത്സരിച്ചതിന്റെ ഭാഗമായിട്ട് എന്നാലും രേണുസുതിക്ക് ഇന്നലെ ലഭിച്ചിരിക്കുന്നത്. പക്ഷെ രേണുസുതിന് ഇന്നലെ സംഭവിച്ചേ പറ്റുള്ളൂ. കാര്യം പല മത്സരാർത്ഥികളും ഒരുപാട് തവണ ഓഡീഷൻസ് അറ്റൻഡ് ചെയ്തും കാര്യങ്ങളൊക്കെ ഒരുപാട് പുറകെ നടന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിലേക്ക് ഒരു അവസരം കിട്ടുക എന്ന് പറയുന്ന ഒരു കാര്യം ഒന്നും സംഭവിക്കാറില്ല. പക്ഷെ രേണുസുതിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സപ്പോർട്ട് ഈ പറയുന്ന പുറത്തുള്ളത് കൊണ്ടും വളരെയധികം ഈ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളിലും എല്ലാം നിറഞ്ഞിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ ആയിരിക്കാം ബിഗ് ബോസ് ഹൗസിലേക്ക് വളരെ പെട്ടെന്ന് ഒരു എൻട്രി എന്തായാലും രേണുസുതിക്ക് ലഭിച്ചത്. പക്ഷെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ഹേറ്റേഴ്സിനെ ഫാൻസ് ആക്കി മാറ്റാനെല്ലാം രേണുസുതി അത് വളരെയധികം നല്ല രീതിയിൽ ബുദ്ധിപരമായി ഉപയോഗിക്കുകയും അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തെടുത്തൊരു ആൾ തന്നെയാണ് രേണുസുതി. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് എവിക്റ്റ് ആക്കി പുറത്തേക്ക് വിട്ടു അല്ലെങ്കിൽ ഓഡിയൻസിന്റെ വോട്ട് കുറഞ്ഞതുകൊണ്ട് പുറത്താക്കി എവിക്റ്റ് ആക്കി വിട്ടൊരു മത്സരാർത്ഥിയൊന്നും അല്ല രേണുസുതി. രേണുസുതി സ്വമേധയ പുറത്തേക്ക് വന്ന ഒരാളും കൂടിയാണ്. അതേസമയം നല്ല രീതിയിൽ ഒരു ഗെയിമർ നല്ല രീതിയിൽ രേണുസുതി കളിക്കുകയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ വോട്ടും കാര്യങ്ങളൊക്കെ ലഭിച്ച ഒരു പക്ഷേ ഒരു ഫൈനൽ 5 വരെ വലിയൊരു സാധ്യത ഉണ്ടായിരുന്ന ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു രേണുസുതി. കാരണം രേണുസുതിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത്രയധികം വലുതായിരുന്നു. പക്ഷെ ഒരു ഗെയിമർ നല്ല രീതിയിൽ രേണുസുതി വളരെയധികം താഴെയായിരുന്നു എന്നുള്ളൊരു കാര്യം എടുത്ത് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാൽ രേണുസുതിയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ഒന്ന് കമന്റ് ഇടുക.